ജാറങ്ങൾ, അവിടെ പൂ മൂടലുണ്ട്, അപ്പൊ അവിടെ പൂ കച്ചവടം നടക്കും. പുതപ്പിടലുണ്ട്, പുതപ്പൊന്ന് മൂടലുണ്ട്, കച്ചവടം നടക്കും. വേറെ ഒരുപാട് നേർച്ചകള്, അതൊക്കെ കച്ചവടം. നോക്കൂ ജാറങ്ങളുടെ അവസ്ഥ. ഇനി അവിടെ വല്ല മരത്തിൽ നിന്നും വല്ലതും, അവിടെയുള്ള എണ്ണ ഒക്കെ കച്ചവടാണ്. കുറെ ജാറങ്ങൾ കണ്ടുനോക്കൂ. ഇസ്ലാമിൽ ഇങ്ങനെ ജാറങ്ങൾ കാണുമോ? കണ്ടുനോക്കൂ നിങ്ങൾ. ഉസ്താദുമാർ കണ്ടങ്ങൾ തലേക്കെട്ടിന്റെ ഒക്കെ നീട്ടം കണ്ടോ, പുറപ്പിട്ട് മൂടുകയാണ്. അല്ല പുള്ളിപ്പുറപ്പ്. ഇവിടെ നാട്ടില് തണുത്തിട്ട് പൊതുക്കാനില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ഈ പുറപ്പിട്ട് എന്ത് ഉപകാരപ്പെടും? മരിച്ച മയ്യത്തിന് പുറച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? നോക്കൂ നിങ്ങൾ, പൂ കൊണ്ടുവന്നിടുന്നു. ഈ ബിസിനസ്സുകളൊക്കെ അവിടെ നടക്കും. പൂവാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് റസൂലിന്റെ ഖബറിന്റെ മുകളിൽ സഹാബിമാരാരെങ്കിലും പുറപ്പിട്ട് മൂടിയിട്ടുണ്ടോ? പൂ കൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തിരുന്നോ? സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. പള്ളിയിൽ പോയാൽ അപകടം. ഇത്തരത്തിൽ അള്ളാഹ് വിലക്കിയ ജാറത്തിന് പോയാൽ ഒരു കുഴപ്പമില്ല. കേട്ടാ നമ്മളെ സഹോദരിമാര് ശ്രദ്ധിച്ചു നോക്കി, ചിലപ്പോ ഈ നാട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇത് മുട്ടിച്ചിറയാണ്, നമുക്കൊക്കെ പരിചയമുള്ള സ്ഥലം. മുട്ടിച്ചിറയിലെ ജാറം. എന്താണ് ഇവിടെ പോയിട്ട് ഖബർ സന്ദർശനം അള്ളാഹ് അനുവദിച്ചതാണ്. ഖബർ സന്ദർശനത്തെ കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചത് എന്താ? തുദക്കിറുക്കുമുൽ ആഖിറ എന്ന. അത് പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാക്കും. എന്നാൽ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ പടച്ചവന്റെ റസൂൽ വിലക്കുകയും അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നോക്കൂ നിങ്ങൾ, ഈ ജാറത്തിന്റെ അടുത്തുള്ള മരത്തിലെ ഇലക്ക് പുണ്യമുണ്ട് എന്ന രീതിയിൽ അതിലെ ഇല പറിക്കാനൊക്കെ തോട്ടിട്ട് വലിക്കണ രംഗൊക്കെയാണ് കാണുന്നത്. കണ്ടോ, മൈലാഞ്ചി ഒന്നല്ല, കൈക്കിടാനല്ല. ആ ഖബറിന്റെ അടുക്കൽ പൊങ്ങി വന്ന ഒരു വൃക്ഷം, അതിലെ ഇലക്ക് പുണ്യമുണ്ട് എന്ന ധാരണയോടുകൂടി ആ ഇല പറിച്ചെടുത്ത് എണ്ണ കാച്ചുക, വെള്ളത്തിലിട്ട് കുളിക്കുക, കുടിക്കുക, ഇതൊക്കെ സമൂഹത്തിന്റെ ഏർപ്പാട്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, എന്താ അവസാനം ഊതി കിണറ്റിക്കാണ്ട് ഊതി അതിന് മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ ഒരു ദുരവസ്ഥ നമുക്ക് വേണം. ഇത് കോഴിക്കോട്ടെ ശൈഖ് പള്ളിയിലുള്ള രംഗമാണ്. അവിടേക്ക് നേർച്ച നേർന്ന എണ്ണ നോക്ക്, തലയെ തേക്കുക, എടുത്ത് കുടിക്കുക, ശരീരത്തിൽ പെരട്ടുക. എണ്ണ തേച്ചാൽ എന്താ ഗുണമൊക്കെ നമുക്കൊക്കെ അറിയാം. എന്നാ ജാറത്തിൽ ഈ എണ്ണ എത്തിയാൽ എന്താ അതിന്റെ പ്രത്യേക ഗുണം? ഒരു ഗുണവുമില്ല. കുറച്ചും കൂടി വൃത്തികേടാവുന്ന, കാരണം എല്ലാ ടീമും വന്ന് കൈയിട്ട് വാരുന്നതും ഒക്കെ ആയിരിക്കും. ജാറത്തിലെത്തിയാൽ ഈ എണ്ണക്ക് പ്രത്യേക പുണ്യമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് നമ്മളുടെ വിശ്വാസത്തിൽ വരെ പോരായ്മ വരുന്നത് കൂടിയായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇതൊക്കെ നേർച്ചയാക്കുകയും ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മളുടെ ഉസ്താദുമാർ. സമൂഹം മനസ്സിലാക്കണം. കൊണ്ടോട്ടി നേർച്ചയും പട്ടാമ്പി നേർച്ചയൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഇസ്ലാമികാണ്. അല്ലേ അല്ല? നോക്ക് നിങ്ങൾ, ഇത്തരത്തിലുള്ള നേർച്ചകളൊക്കെ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാടേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മാന്യദേഹം എന്ത് ചെയ്തു അറിയാം നിങ്ങൾ? കാടേരി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പണ്ഡിതനായിരുന്നു. അൽ ബയാൻ എന്ന് പറയുന്ന സമസ്തയുടെ മുഖപത്രത്തിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അൽ ബയാനിൽ 952 ഏപ്രിൽ മാസത്തിൽ അൽമനാറിൽ ഇത്തരത്തിലുള്ള നേർച്ചകളെയൊക്കെ വിമർശിച്ചിട്ട് ലേഖനം എഴുതി. ഇന്നു മലബാറിന്റെ ചില ഭാഗങ്ങളിൽ ശുഹദാ, ഔലിയാ, സാദാത്ത് എന്നീ മഹാന്മാരുടെ കബറിടങ്ങളിൽ വെച്ച് നേർച്ച എന്ന പേരിൽ നടത്തിവരുന്ന ആഘോഷങ്ങൾ, അതായത് ചെണ്ടമുട്ട്, കുഴൽവിളി, കോൽക്കളി, കത്തുകളി, ചട്ടിക്കളി, തട്ടിക്കളി, ആറാട്ടം, പോരാട്ടം, കോർത്തുവലി, ആത്തുവിളി തുടങ്ങിയ പല തോന്നിയാസങ്ങളും നടത്തപ്പെടുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടുവരുന്നത്.
അവയെല്ലാം വിരോധിക്കപ്പെട്ടതാകയാൽ അതിൽ പങ്കെടുക്കാനും അവയോട് അനുകൂലിക്കാനും പാടില്ലാത്തതാകുന്നു. അൽ ബയാൻ ഏപ്രിൽ 952. നോക്കൂ നിങ്ങൾ,